പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം, ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രവാസ ജീവിതമാണ്. നമ്മുടെ മലയാളീസിന് പലപ്പോഴും മിക്ക മലയാളീസിനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവം. കാരണം ഇപ്പോൾ നമ്മുടെ സംഭവം പ്രവാസി എന്ന് പറയുന്നത് കൂടുതലും അബ്രോഡ്, ഇപ്പൊ ഗൾഫ് കൺട്രീസിൽ പോയിട്ട് ജോലി ചെയ്യുന്നവരാണ്. പക്ഷെ അത് കൂടാണ്ട് ഇപ്പൊ കുഞ്ഞി കുട്ടികൾ, ഇപ്പൊ യങ്സ്റ്റേഴ്സ് അടക്കം വീടും ഇതെല്ലാം വിട്ടിട്ട് പുറത്തു പോയിട്ട് ജോലി ചെയ്യുവാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് പേർക്ക് ഈ ഒരു ബോണ്ടിങ്ങിന്റെയും ഈ പാരന്റിങ്ങിന്റെ ഇഷ്യൂസും ആ വിട്ടു നിൽക്കുന്നതിന്റെ ഇഷ്യൂസും എങ്ങനെ, അപ്പൊ ആ ഒരു കഥ കേട്ടപ്പോ ഭയങ്കര അട്രാക്ഷൻ തോന്നിയായിരുന്നോ? തീർച്ചയായിട്ടും. കാരണം ഈ സിനിമ ഒരു ജെറി എന്നുള്ള ആളാണെങ്കിൽ പോലും റെപ്രസെന്റേഷൻ ഓഫ് എ കോമൺ മാൻ ആണ്. ആ ജെറി എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. അത് ആ പ്ലേസിലേക്ക് ആരെയും പ്ലേസ് ചെയ്യാൻ പറ്റും. ഈ കാണുന്ന ഓരോരുത്തർക്കും ആ പ്ലേസിൽ നിന്ന് ചിന്തിക്കാൻ പറ്റും. ഈ സിറ്റുവേഷൻ എനിക്കും പറ്റിയിട്ടുണ്ടല്ലോ, ഈ സിറ്റുവേഷനിലൂടെ ഞാനും കടന്നു പോയിട്ടുണ്ടല്ലോ എന്ന് തോന്നിപ്പോകും. സ്വാഭാവികമായിട്ടും തോന്നിപ്പോകും. ആ ഇമോഷൻ, നമുക്ക് ഒരാളുടെ ഇമോഷൻ ഉണ്ടാക്കാം. ഇപ്പൊ അഭിനയിക്കുന്ന സമയത്താണെങ്കിലും ആ ഇമോഷൻ നമ്മൾ ഏറ്റെടുക്കണത്, നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ക്യാരക്ടറിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിന് എന്തൊക്കെ പ്രിപ്പറേഷൻ എടുക്കാറുണ്ട്? പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് ഫുൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ സിനിമ ക്യാരക്ടറിന്റെ ഒരു ജോണറും ആ ക്യാരക്ടറിന്റെ ഡൈനാമിക്സ് നമുക്ക് മനസ്സിലാവും. ഫുൾ സ്ക്രിപ്റ്റ് ഉണ്ട്. കാരണം അതിന്റെ സ്റ്റാർട്ട് എന്താണ്, അതിന്റെ ഹൈപ്പ് എവിടെയാണ്, അതിന്റെ ഇമോഷൻസിന്റെ ട്രാവൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇമോഷൻസ് ഏതൊക്കെ സ്ഥലത്തിലൂടെ ആ ക്യാരക്ടറിന്റെ ഇമോഷൻസ് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ധാരണ ഓൾറെഡി വന്നു കഴിഞ്ഞു. പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാരക്ടർ നമ്മളാണോ എന്ന് ചിന്തിക്കുന്നു. അപ്പം നമ്മളുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളാണെങ്കിൽ വെളിയിലുള്ള ഒരാളെ നമ്മൾ നോക്കുന്നു. അങ്ങനെ വെളിയിൽ ഈ ക്യാരക്ടറായിട്ട് ബന്ധപ്പെട്ട വെളിയിലുള്ള ആളുമായിട്ട് ആരെങ്കിലും ഉണ്ടോ, സാമ്യമുണ്ടോ? അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളുടെ ഡാറ്റാ ബാങ്കിനകത്ത് നമ്മൾ ഒബ്സർവ് ചെയ്തിരിക്കുന്ന ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഡാറ്റ നമ്മളിൽ ഉണ്ടാവും. ആ ക്യാരക്ടേഴ്സിന് ആ ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള ഇമോഷൻസ് നമ്മൾ ഡാറ്റയിലുണ്ടെങ്കിൽ നമ്മൾ ഡാറ്റയായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് റീക്രിയേറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഡയറക്ടേഴ്സിന്റെ സ്വാഭാവികമായിട്ടും വാലിഡ് ആയിട്ടുള്ള ഇൻപുട്ട് കിട്ടും. അതുകൂടെ ആകുമ്പോഴേക്കും ആ അദ്ദേഹത്തിന് എന്താ വേണ്ടെന്നുള്ള കാര്യം നമുക്ക് പെട്ടെന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റും. അത് കൊടുക്കുന്നു. അപ്പോൾ അത് പോരാൻ തോന്നിക്കഴിഞ്ഞാൽ കട്ട് പറഞ്ഞിട്ട് റീഷൂട്ടിങ്, അപ്പോൾ റീടേക്ക് എടുക്കുമ്പോൾ പുള്ളിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വീണ്ടും പറഞ്ഞിരുന്നു. അപ്പോൾ ആത്യന്തികമായി ഡയറക്ടേഴ്സ് ഇതാണ് സിനിമ. അപ്പോൾ ഡയറക്ടർക്ക് ആവശ്യമുള്ള സാധനം നമ്മൾ കൊടുത്തു കഴിയുമ്പോഴേക്കും അയാൾ ഹാപ്പിയാണ്. എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും അദ്ദേഹം ഹാപ്പി ആയിരിക്കും. ആ ഹാപ്പിനെസ് എന്നടുത്ത് നമ്മളുടെ ആർട്ടിസ്റ്റിനടുത്ത് ഷെയർ ചെയ്യാതിരിക്കാം, വാട്ടെവർ മേ ബി. അതുകൊണ്ട് അങ്ങനെയാണ് ഒരു ക്യാരക്ടർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് എപ്പോഴും നമ്മുടെ എക്സ്പീരിയൻസ് എന്നുള്ള സാധനം നമ്മുടെ ആക്ടിങ്ങിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. നമുക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സിലോട്ട് നമ്മുടെ എക്സ്പീരിയൻസുകളിൽ ഭയങ്കര ഗുണമാവും. നമ്മൾ പിന്നെ ഈ പറഞ്ഞ കണ്ണും കാതും തുറന്നിരിക്കുന്ന ഒരു ആക്ടറുടെ ഒബ്സർവേഷൻ പവർ തന്നെയാണ് റീക്രിയേഷൻ ഓഫ് ക്യാരക്ടർ എന്നുള്ള സാധനം.